കൂടെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഈ മാസം അപ്ലൈ ചെയ്യാനായിട്ട് കണ്ടമാനം വേക്കൻസീസ് വന്നിട്ടുണ്ട്. അതായത് ബാങ്കിങ്, അതുപോലെ ഇൻഷുറൻസ്, പിന്നെ IB, EPF ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നമ്മുടെ കേരളത്തിലുള്ള സ്റ്റുഡൻസിന് മൊത്തത്തിലൊരു 4000+ വേക്കൻസീസ് നമുക്കിപ്പോൾ അപ്ലൈ ചെയ്യാൻ പാകത്തിന് കിടപ്പുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. അതിനകത്ത് IB ACIO എന്ന് പറഞ്ഞൊരു പോസ്റ്റുണ്ട്. IB ACIO അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. ഓക്കെ, ഇന്ന് ഓഗസ്റ്റ് 10 അല്ലേ, ഇന്നാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ആരെങ്കിലും വിട്ടുവോ അതായത് അപ്ലൈ ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ പോയി അപ്ലൈ ചെയ്യുക. ഇനി ഞാൻ പറഞ്ഞ ഓരോ എക്സാംസ് ഏതൊക്കെയെന്ന് പെട്ടെന്ന് നോക്കാവേ. ആദ്യത്തേത് NIACL അതായത് ന്യൂ ഇന്ത്യ അഷുറൻസിൻ്റെ AO എന്നുള്ള പോസ്റ്റ്. അതിനകത്ത് ഇൻഹാൻഡ് സാലറി ഏകദേശം വരുന്നത് 90K ആണ് സാലറി വരുന്നത്. മൊത്തം 550 വേക്കൻസി ഉണ്ട്. ഇത് ഓൾ ഇന്ത്യ ലെവൽ എക്സാം ആണ്. അപ്പോൾ ഏതെങ്കിലും സ്റ്റേറ്റ് ബേസ് ചെയ്തുള്ള എക്സാം വരുന്നത്, ഓൾ ഇന്ത്യ ലെവലാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി ഡേറ്റ് എന്ന് പറയുന്നത് 7th ഓഗസ്റ്റ് തൊട്ട് 30th ഓഗസ്റ്റ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഫസ്റ്റ് ഫേസ് എക്സാം സെപ്റ്റംബർ 14, സെക്കൻഡ് ഫേസ് എക്സാം ഒക്ടോബർ 29 ഓക്കെ. ഇനി അതിൻ്റെ അകത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ജേർണലിസ്റ്റ് എന്ന് പറയുന്നൊരു പോസ്റ്റാണ്. ടോട്ടൽ വേക്കൻസി 550 ആണ്. അതിൻ്റെ അകത്ത് എല്ലാവർക്കും, അതായത് എനി ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ഇതാണ്, ജേർണലിസ്റ്റ്. അതിൻ്റെ വേക്കൻസി നിങ്ങൾക്ക് കാണാം. ടോട്ടൽ ഇത്ര വേക്കൻസി ഉണ്ട്. കാറ്റഗറി വൈസ് അത് കിടപ്പുണ്ട്, നിങ്ങൾ നോക്കുക. ഇനി നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഇതിനകത്ത് ഏതുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങളിതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കണേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇനി അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അതുപോലെ എക്സാം പാറ്റേൺ നമുക്ക് ജസ്റ്റ് നോക്കാം. പ്രിലിംസ് നമ്മുടെ ബാങ്കിങ് പോലെ തന്നെ, നമ്മുടെ ബാങ്കിങ്ങിൻ്റെ പാറ്റേൺ തന്നെയാണ്. ഇംഗ്ലീഷ്, റീസണിങ് ക്വാണ്ട് 30, 35, 35 വെച്ചിട്ട് 100 മാർക്ക്, 100 ക്വസ്റ്റ്യൻ. ഇനി ഫേസ് 2 മെയിൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബാങ്കിൻ്റെ പാറ്റേൺ തന്നെയാണ്. അതായത് ക്വാണ്ടിറ്റേറ്റീവ്, റീസണിങ്, ഇംഗ്ലീഷ്, പിന്നെ ബാങ്കിങ്, ജനറൽ, അതുപോലെ ഫിനാൻഷ്യൽ അവയർനെസ്. മൊത്തം 200 മെയിൻസ് വരുന്നത്. അതിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്. ഇത് കിടിലം പോസ്റ്റാണ്, നിങ്ങൾ പഠിച്ച് കയറിക്കോളാം. ഓക്കെ. ഇനി ഫീ ഉണ്ട് കേട്ടോ. ഫീ വരുന്ന 850 ആണ്. അപ്പോൾ ഡേറ്റ് നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്തോണം. ഞാൻ അസെൻഡിങ് ഓർഡറിലല്ല ഡേറ്റ് ഇട്ടിരിക്കുന്നത്, എൻ്റെ കയ്യിൽ കിട്ടിയ ഓർഡറിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡേറ്റ് മറക്കാതെ തന്നെ നിങ്ങൾ കൊടുത്തോണം. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് കണ്ടോ, ഓഗസ്റ്റ് 30th ആണ്, മറന്നു പോകരുത്. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മുടെ OICL അസിസ്റ്റൻറ്റ്, അതായത് ഓറൽ ഇൻഷുറൻസിൻ്റെ അസിസ്റ്റൻറ്റ്. ഇതിനകത്ത് നമുക്ക് ഗ്രോസ് സാലറി വരുന്നത്, ഇത് ക്ലറിക്കൽ ക്ലറിക്കൽ പോസ്റ്റാണ്. അപ്പോൾ 40,000 അറൗണ്ടാണ് നമുക്ക് ഇൻഹാൻഡ് സാലറി വരുന്നത്. നമുക്ക് രജിസ്ട്രേഷൻ ഓഗസ്റ്റ് 17 വരെയുള്ളൂ. ഇന്ന് 10, ഇനി 7 ദിവസം കൂടെ ഉള്ളൂ. ഇനി ഇതിനകത്ത് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഏകദേശം ക്ലറിക്കലിൻ്റെ ക്രൈറ്റീരിയ ആണ്. പക്ഷേ നമുക്ക് 30 വയസ്സ് വരെ നമുക്ക് ഈ പരീക്ഷ എഴുതാൻ പറ്റും. ഓക്കെ. മറ്റേ SBI ക്ലർക്കൊക്കെ 28 വരെ പറ്റത്തുള്ളൂ. ഇതിന് 30 വരെ നമുക്ക് ഓക്കെയാണ്. ഇനി പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്. നമ്മുടെ ബാങ്കിങ്ങിൻ്റെ പാറ്റേൺ തന്നെയാണ് ഇതിനകത്ത് ഫോളോ ചെയ്യുന്നത്. ഓക്കെ. മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ് 100 ക്വസ്റ്റ്യൻ 100 ക്വസ്റ്റ്യൻ 100 മാർക്ക് 1 മണിക്കൂർ. മെയിൻ എക്സാം മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ്, ന്യൂമറിക്കബിലിറ്റി, കമ്പ്യൂട്ടർ ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്. പാറ്റേൺ നോക്കിക്കൊള്ളുക. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഓക്കെ. ഇനി നമ്മൾ ഈ അതർ സ്റ്റേറ്റ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, ഇത് അസിസ്റ്റൻറ്റ് ക്ലറിക്കൽ ലെവൽ പോസ്റ്റുകളെല്ലാം നമ്മൾ സ്റ്റേറ്റ് വൈസ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്റ്റേറ്റിൻ്റെ ലോക്കൽ ലാംഗ്വേജ് നമുക്ക് അറിയാം. അപ്പോൾ അതിനൊരു ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടാവും. ക്വാളിഫയിങ് ആണ്. ഓക്കെ. ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ട്. ഫീ 850 ആണ്. ഓക്കെ. ഇനി മൂന്നാമത്തേന്ന് പറയുന്നത് SBI ക്ലർക്ക് വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷത്തെ പ്രൊവിഷനിൽ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ തന്നെ അടുത്ത വർഷത്തെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 26th ഓഗസ്റ്റ് ആണ്. നമുക്ക് ഇത്തവണ വേക്കൻസി ടോട്ടൽ എത്രയാണെന്ന് ഓർക്കുന്നില്ല. നമുക്ക് കേരളത്തിൽ വന്നിരിക്കുന്ന വേക്കൻസി 247 ആണ്. അതായത് ജനറൽ പ്ലസ് OBC പ്ലസ് കാറ്റഗറീസ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുള്ള വേക്കൻസിയാണ് 247. കേരളത്തിൽ മാത്രമുള്ള വേക്കൻസിയാണ്. ചിലപ്പോൾ റിവൈസ് ചെയ്ത് വരാം, നമുക്കറിയത്തില്ല. എന്നാലും ഇത് മൈൻഡിൽ വെച്ചുകൊണ്ട് പോയിക്കോളൂ. നമുക്ക് ഡേറ്റ് വരുന്നത് സെപ്റ്റംബറിലാണ് പ്രിലിംസ് ഡേറ്റ് വരുന്നത്. ഓക്കെ. ഞാൻ മറ്റേതിൻ്റെ ഡേറ്റ് പറഞ്ഞില്ല അല്ലേ. ഇതിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ്, അപ്പോൾ പ്രിലിംസിൻ്റെ ഡേറ്റ് 7th സെപ്റ്റംബർ, മെയിൻസ് ഒക്ടോബർ. അപ്പോൾ ഏകദേശം ഒരു ഓഗസ്റ്റ് അവസാനം സെപ്റ്റംബർ തുടക്കത്തോടു കൂടി പരീക്ഷകളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കധികം ടൈമില്ല, നിങ്ങൾ പെട്ടെന്ന് തന്നെ പഠിച്ച് പൊക്കോളുക. ഓക്കെ. ഇനി പറഞ്ഞല്ലോ SBI ക്ലർക്ക് സാലറി അറൗണ്ട് നമുക്ക് 40K ആണ് വരുന്നത്, ക്ലറിക്കലാണ്. ഓക്കെ. ഇനി നോക്കണം, മാക്സിമം ഏജ് 28 വരെയുള്ളൂ. ഏജ് റിലാക്സേഷൻ ഒരു കാറ്റഗറിയും കിടക്കേണ്ട, അത് നിങ്ങൾ വായിച്ച് നോക്കണം. ഇനി ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ട്. ഇനി SBIക്ക് വേറെ പ്രശ്നമുണ്ട്, നമുക്ക് ഇൻ്റർ സർക്കിൾ ട്രാൻസ്ഫർ പറ്റത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സർക്കിൾ അപ്ലൈ ചെയ്ത് എഴുതി ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ സർക്കിളിൽ തന്നെ നമ്മൾ ജീവിതകാലം മൊത്തം ജോലി ചെയ്യണം. അപ്പോൾ നമുക്ക്, അതായത് നമുക്കിപ്പോൾ കർണാടക അപ്ലൈ ചെയ്ത് എഴുതിയിട്ട് പിന്നെ കേരളത്തോട് ട്രാൻസ്ഫർ വെച്ച് വരാൻ ഇപ്പോൾ പറ്റത്തില്ല. കഴിഞ്ഞ വർഷം തൊട്ട് അത് മാൻഡേറ്ററി ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ. ഇനി എക്സാമിൻ്റെ പാറ്റേൺ നിങ്ങൾക്കറിയാം, ഞാൻ വീണ്ടും പറയുന്നില്ല. ഓക്കെ. ഇനി SBIക്ക് നമുക്ക് വേറെന്താ സെക്ഷണൽ കട്ട് ഓഫ് നമുക്ക് വരുന്നില്ല SBIക്ക്. ഓക്കെ. അത് ശ്രദ്ധിക്കണേ. നിങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കണം കേട്ടോ. ഞാനിപ്പോൾ പറയുന്നത് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമേ നമുക്ക് തരുന്നുള്ളൂ. നിങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഒരു വേർഡ് പോലും ഇടാതെ വായിച്ച് മനസ്സിലാക്കണം, എന്നിട്ടേ കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. ഓക്കെ. ദെൻ ഇനി വരുന്ന IBPS ക്ലർക്കാണ്.
ഓക്കെ, നിങ്ങൾക്കറിയാം എക്സാമിനെ പറ്റി. രജിസ്ട്രേഷൻ എൻഡ് ചെയ്യുന്നത് ഓഗസ്റ്റ് 21 ഇനി നമ്മുടെ എക്സാം പ്രീ ഒക്ടോബർ, മെയിൻസ് നവംബർ. ഓക്കെ, അങ്ങനെ ഡേറ്റ് കിടക്കുന്നത്. ഇനി ക്ലറിക്കലിനൊന്നും എന്തില്ല, ഇൻ്റർവ്യൂ ഇല്ല, പ്രിലിംസ് മെയിൻസ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഗ്രോസ് സാലറി, ഇത് ക്ലറിക്കൽ ആയതുകൊണ്ട് അറൗണ്ട് 40K ഗ്രോസ് സാലറി വരുന്നത്. ഓക്കെ, ഇനി ഇതിനകത്തും നോക്കിയാണ് ഏജ് കണ്ടോ, 28 ഏജ് കിടക്കുന്നത്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഓൾറെഡി ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അറിയാം. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ തരാൻ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് വരുന്ന അടുത്ത എക്സാം എന്ന് പറയുന്നത് എന്താ പറയുക, ഇതിനകത്ത് വേക്കൻസി പറഞ്ഞില്ല കേട്ടോ. 330 വേക്കൻസിയാണ് കേരളത്തിലുള്ളത്. അതായത് IBPS ക്ലർക്കിന് കേരളത്തിൽ ടോട്ടലുള്ള വേക്കൻസി 330 കേരളത്തിൽ മാത്രം. ഓക്കെ, യെസ്. ഇനി അടുത്ത എക്സാം IBACAO. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇതിൻ്റെ ഡേറ്റ് ഇന്നാണ്. നിങ്ങൾ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാത്തവരെല്ലാം അപ്ലൈ ചെയ്തോണം. ഓക്കെ, ഇതിനകത്ത് ഗ്രാജുവേഷനാണ് ക്വാളിഫിക്കേഷൻ. നമുക്ക് സാലറി ഇത് ബേസിക് ആയിട്ടോ കിടക്കുന്നത്. നമുക്ക് ഇൻ ഹാൻഡ് അറൗണ്ട് 75K അറൗണ്ട് നമുക്ക് ഇൻ ഹാൻഡ് സാലറി വരുന്നൊരു പോസ്റ്റാണിത്. ഇതിനകത്ത് പ്രിലിംസും മെയിൻസും ഇൻ്റർവ്യൂ ഉണ്ട്. ഇനി ഡേറ്റ് നോക്കിക്കോണം, ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. ഇനി ഏജ് ലിമിറ്റ് 27 വരെയാണ്. നമുക്കതിനകത്ത് എന്തുകൊണ്ട് റിലാക്സേഷൻ ഉണ്ടാവും നോക്കിക്കോളുക. ഈ OBC റിലാക്സേഷൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ OBC നോൺ ക്രിമിനൽ ആയിരിക്കണം, എന്നാലേ കിട്ടത്തുള്ളൂ. ഇനി ഇത് ഓൾ ഇന്ത്യ ലെവൽ പോസ്റ്റാണ്. അപ്പോൾ ഏതെങ്കിലും സ്റ്റേറ്റ് വെച്ചല്ല അപ്ലൈ ചെയ്യുന്നത്. ഇതെന്താണ്, ഇത് ഓൾ ഇന്ത്യ ലെവൽ പോസ്റ്റാണ് ഈ സംഭവം. IBACAO ഓൾ ഇന്ത്യ. യെസ്. ഇനി ഈ ടയർ 1 എക്സാം മാത്സ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ജനറൽ സ്റ്റഡീസ് ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്. മൊത്തം 100 മാർക്ക്, 20 ക്വസ്റ്റ്യൻ വെച്ച് ഓരോ സെക്ഷനിൽ നിന്നുണ്ടാവും. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. പിന്നെ ടയർ 2 എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് 1 മണിക്കൂർ, മൊത്തം എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്, 50 ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അതായത് 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ഒരു എസ്സേ ഉണ്ട്, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ ഉണ്ട്, ഒരു ലോങ് ആൻസർ 2 ക്വസ്റ്റ്യൻ. അതായത് ഒന്നുമില്ല, നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് എല്ലാം അതിൻ്റെ ഉണ്ടാവും, നമ്മൾ ആൻസേഴ്സ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഇതിന് ശേഷം ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂ 100 മാർക്കുണ്ട്. അപ്പോൾ ഈ മെയിൻസ് എനിക്കൊന്ന് പ്രിലിംസ് സ്കോർ എടുക്കത്തില്ല, പ്രിലിംസ് തൊട്ട് സ്കോർ എടുക്കുക, എന്നാലേ സെറ്റ് ആവത്തുള്ളൂ പ്രിലിംസ്. അവർ രണ്ടാമത്തെ ഡിസ്ക്രിപ്റ്റീവ് പ്ലസ് ഇൻ്റർവ്യൂ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും എന്ത് വരുന്നത്, ഫൈനൽ റിക്രൂട്ട്മെൻറ്റ് വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് ആണ്. ടയർ 1, ടയർ 2, ടയർ 3, 3 ടയറിലായിട്ടാണ് നടക്കുന്നത്. 3 ടയർ ഉദ്ദേശിക്കുന്നത് 3 ടയർ ഇൻ്റർവ്യൂ ആണ്. ഓക്കെ, യെസ്. അപ്പോൾ 3 ടയറിൻ്റെ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫൈനൽ മെറിറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എക്സാം ക്വാളിഫയിങ് അല്ല, എല്ലാ ടയറിൻ്റെ എക്സാം സ്കോർ ആഡ് ചെയ്തിട്ടാണ് ലാസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് വരുന്നത്. ഓക്കെ, ടോട്ടൽ വേക്കൻസീസ് എത്രയാണെന്ന് പറഞ്ഞത്, ടോട്ടൽ വേക്കൻസീസ് 3717 വേക്കൻസി ഉണ്ട് ഓൾ ഇന്ത്യ ലെവലിൽ. അടുത്ത് നിങ്ങൾ കാറ്റഗറി നോക്കാം, UR പ്ലസ് OBC കാൻഡിഡേറ്റ്സിന് കിട്ടും. പിന്നെ UR പ്ലസ് SC, UR പ്ലസ് ST ആക്കി ഓരോ കാൻഡിഡേറ്റ്സിന് കിട്ടും. ഓക്കെ, അപ്പോൾ നോക്കിക്കോളാം. ഇതും കിടിലൻ പോസ്റ്റ് ആട്ടോ. 75K നമുക്ക് സാലറി ഉണ്ട്. IBAയിൽ ACIO ആണ് പോസ്റ്റിൻ്റെ പേര്. ഓക്കെ, നിങ്ങൾ ഫ്രണ്ട്സ് ആയാലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുത്ത് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറയണേ. അടുത്ത IBAയുടെ സെക്യൂരിറ്റി അസിസ്റ്റൻറ്റ്. ഓക്കെ, ഇതിനകത്ത് ഗ്രോസ് സാലറി, ഇതൊരു സെക്യൂരിറ്റി അസിസ്റ്റൻറ്റ് ലെവലിൽ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സാലറി അറൗണ്ട് 40K അറൗണ്ടാണ് നമുക്ക് സാലറി വരുന്നത്. ഇതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് എക്സാമിൻ്റെ ഡേറ്റും താഴെ ഇവിടെ കൊടുത്തിട്ടുണ്ടോ നോക്കാവേ. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എത്രയേ ഉള്ളൂ, 10th മതി ഈ എക്സാം എഴുതാനായിട്ട്. ഓക്കെ, IB സെക്യൂരിറ്റി അസിസ്റ്റൻറ്റ് SA എന്നാണ് ഇതിന് പറയുന്നത്. 27 ഏജ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് എന്തുണ്ട്, റിലാക്സേഷൻ നമുക്ക് കിട്ടും, അതുകൊണ്ട് നോക്കിക്കോളാം. ഇനി ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 17 ആണ്. ഓഗസ്റ്റ് 17 കുറേ എക്സാംസിന് ലാസ്റ്റ് ഡേറ്റ് ആട്ടോ, ശ്രദ്ധിച്ച് ചെയ്തോളാം. ഫീ എന്ന് പറയുന്നത് ഓക്കെ 650 ആണ് ഫീ വരുന്നത്. ഇനി SC/ST ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊന്നും ഫീ ഇല്ല, ഫീ ഉണ്ട്, 550 ആണ് ഫീ. ഓക്കെ, ഇതിൻ്റെ പാറ്റേൺ ജസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ടയർ 1 എക്സാം 100 മാർക്ക്, 1 മണിക്കൂർ, ജനറൽ അവയർനെസ്, മാത്സ്, റീസണിംഗ്, ഇംഗ്ലീഷ്. ഓക്കെ, ജനറൽ സ്റ്റഡീസ് മൊത്തം 100 ക്വസ്റ്റ്യൻ, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ടയർ 2 ഡിസ്ക്രിപ്റ്റീവ് ആണ്, നമ്മുടെ ACIയുടെ കണക്ക് തന്നെ ഡിസ്ക്രിപ്റ്റീവ് ആണ്. പിന്നെ ഇൻ്റർവ്യൂ ഉണ്ട്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടാണ് ഫൈനൽ മെറിറ്റ് വരുന്നത്. യെസ്. ഇനി വേക്കൻസീസ് റീജിയൻ ഉണ്ട് കേട്ടോ. നമുക്ക് റീജിയൻ വൈസ് നമുക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ട്രിവാൻഡ്രം റീജിയൻ അപ്ലൈ ചെയ്യാൻ പറ്റും. ട്രിവാൻഡ്രം റീജിയനിൽ വരുന്ന വേക്കൻസി 334 ആണ്. ഓക്കെ, ട്രിവാൻഡ്രം റീജിയനിൽ വരുന്ന വേക്കൻസി 334 ആണ് ട്രിവാൻഡ്രം IBയിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്തായിട്ട് വരുന്ന എക്സാം എന്ന് പറയുന്നത് EPFOയുടെ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ, അതുപോലെ അക്കൗണ്ടൻസ് ഓഫീസർ AO, അതുപോലെ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ EO. ഈ 2 പോസ്റ്റിലോട്ടുള്ള ഇതാണ് പിന്നെ ഉള്ളത്. EPFOയുടെ എക്സാം നടത്തുന്നത് UPSC ആണ്. അതിൻ്റെ ഡേറ്റ് 18 ഓഗസ്റ്റ് വരെ ഡേറ്റ് ഉണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് സാലറി അറൗണ്ട് 86K അറൗണ്ട് നമുക്ക് സാലറി വരുന്ന പോസ്റ്റാണിത്. ഓക്കെ, EPFO എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ അല്ല അക്കൗണ്ട്സ് ഓഫീസർ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ എക്സാം പ്രോസസ്സ് ഭയങ്കര സിമ്പിളാണ്. മറ്റേ എക്സാം പോലെയല്ല, ഓഫ്ലൈനാണ് എക്സാം. പെൻ ആൻഡ് പേപ്പർ വെച്ച് നമ്മൾ OMR വെച്ചിട്ടാണ് ചെയ്യുന്നത്. 2 റൗണ്ട് എക്സാമാണ് പ്രിലിംസ്. ഓക്കെ,
ഇനി നിങ്ങൾ വേക്കൻസി നോക്കട്ടെ. വേക്കൻസി സാധനം ഇത്തിരി കുറവാണ് ഇതിനകത്ത്. ഓക്കെ, എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ വരുന്ന എക്സാം വരുന്നത് 156 ആണ് ഇതിൻ്റെ വേക്കൻസി വരുന്നത്. ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. ഇനി അടുത്തായിട്ട് ഓക്കെ, അസിസ്റ്റൻറ്റ് പ്രൊവിഡൻറ്റ് ഫണ്ട് കമ്മീഷൻ, അതിൻ്റെ അകത്ത് 74 വേക്കൻസി ഉണ്ട്. ഇനി ഏജ് റിലാക്സേഷനൊക്കെ ഏജ് ലിമിറ്റൊക്കെ അത് കിടപ്പുണ്ട്, നിങ്ങൾ നോക്കിക്കോളൂ. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കണം, എന്നാലും എന്നിട്ട് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇനി എക്സാമിൻ്റെ പ്രോസസ്സ് ജസ്റ്റ് ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വായിച്ച് നോക്കുക. ഇനി എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്. നമുക്ക് അടുത്ത സെൻറ്റർ കൊച്ചി, തിരുവനന്തപുരം സെൻറ്റേഴ്സ് ഉണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ സെൻറ്റേഴ്സ് നോക്കി അപ്ലൈ ചെയ്തോളാം. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നുണ്ട് 25 ഉള്ളൂ. ഒരു പോസ്റ്റ്, 2 പോസ്റ്റ് അപ്ലൈ ആണെങ്കിൽ 50 രൂപ, അങ്ങനെയാണ് ഫീ വരുന്നത്. ഓക്കെ, SC/ST PWD വുമൺ കാൻഡിഡേറ്റ്സ് എന്തിൻ്റെ ഫീ ഇല്ല. ഓക്കെ, അപ്പോൾ മൊത്തം 7 ആയില്ലേ? യെസ്. അപ്പോൾ മൊത്തം 7 വേക്കൻസീസാണ്, ഒരു 7 റിക്രൂട്ട്മെൻറ്റാണ് നമുക്ക് ഇപ്പോൾ കറൻ്റ് ഈ മാസം നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. അതിൻ്റെ അകത്ത് IB ACIയുടെ ഡേറ്റ് ഇന്നാണ്. അപ്പോൾ മറക്കാതെ ഇന്ന് തന്നെ എല്ലാവരും പോയി അപ്ലൈ ചെയ്യുക. ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തേക്കാം, നിങ്ങളതെല്ലാം വായിച്ച് നോക്കണേ. ഞാനിപ്പോൾ പെട്ടെന്നൊരു എന്താ പറയുക, നമ്മുടെ നോട്ടിഫിക്കേഷനിലെ മെയിനായിട്ടുള്ള പോയിന്റ് മാത്രം ജനറേറ്ററാണ് ഈ കണ്ടൻറ്റ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, പിന്നെ അവരൊരു പറയുന്നത് കേട്ടോ ഓരോ മണ്ടത്തിൽ നിന്ന് കാണിച്ച് വയ്ക്കരുത്. നിങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തത്തിൽ ഇതിനെപ്പറ്റി ഒരു അവയർനെസ് തരും. ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്, ഇത്തരം വേക്കൻസീസ് ഉണ്ട്, ഇതൊക്കെയാണ് സാലറി, ഇതൊക്കെയാണ് ഡേറ്റ്, ഇതൊക്കെയാണ് കാര്യങ്ങൾ, ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഉറപ്പെടുത്താൻ വേണ്ടിയാണ് ഈ കണ്ടൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവരും കാണുക. എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിടും ഇങ്ങനെയുള്ള സാധനം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓക്കെ എവരിവൺ. ഇനി നമുക്ക് റെഗുലറായിട്ട് വെട്ടേണ്ട കണ്ടൻറ്റ് ചെയ്യാൻ പറ്റാറില്ല, നമ്മൾ ജോബിലാണ്. സോ അതുകൊണ്ടാണ് റെഗുലറായിട്ട് കണ്ടൻറ്റ് ചെയ്യാൻ പറ്റാത്തത്. മാക്സിമം ടൈം കിട്ടുന്ന പോലെ കണ്ടൻറ്റുകൾ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ ഓക്കെ എവരിവൺ, താങ്ക് യു. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.